Hi everyone, this is me, Ashwini. Welcome to my YouTube channel. കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മടി, ഭൂലോക മടി, ഒന്നും ചെയ്യാനൊരു മൂഡേ ഇല്ല. ഐ ഫീൽ വെരി അൺമോട്ടിവേറ്റഡ്. ഈ മടികളൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ ഐ എം ഹിയർ ടു ഡിസ്കസ് മൈ 11 ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലേസി ഇറ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ടേക്കിംഗ് എ ഷവർ. കുളിക്കാൻ പറഞ്ഞു തരണോ എന്ന് ആലോചിക്കും. പക്ഷേ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമുക്ക് ബെഡിൽ നിന്ന് എണീറ്റ് പോയെന്ന് കുളിക്കാൻ പോലും ചില ദിവസങ്ങൾ തോന്നില്ല. അങ്ങനെ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ ടുഡേ ഐ ഡിസൈഡഡ് ടു ടേക്ക് എ വെരി ലോങ് ആൻഡ് ഹോട്ട് ബാത്ത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചി എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഇരുന്ന് നല്ല നല്ല ചുടുവെള്ളത്തിൻ്റെ ഒരു കുളി കുളിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി മടി അങ്ങ് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് റെഡി ആയപ്പോഴത്തേക്കും പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോഴത്തേക്കും തന്നെ എൻ്റെ പകുതി മടി മാറി തുടങ്ങി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ ഐ വാസ് സോ റെഡി. ദ സെക്കൻഡ് തിങ്, മേക്ക് യുവർ സെൽഫ് എ ഡ്രിങ്ക്. ചിലർക്ക് രാവിലെ തന്നെ ഒരു ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നതായിരിക്കും ഒരു പ്രൊഡക്റ്റീവ് ഡേ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ഇന്ന് ഞാൻ ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കി കുടിച്ചില്ല. ഐ മേഡ് എ ജിഞ്ചർ ലെമൺ ടീ ഫോർ മൈ സെൽഫ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് വെരി വെൽ. എൻ്റെ സ്റ്റമക്ക് വെരി അപ്സെറ്റ് ആയിരുന്നു. സോ ഐ മേഡ് എ ജിഞ്ചർ ലെമൺ ടീ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം അഹങ്കാരത്തിന് പുറത്ത് വൈകുന്നേരം ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ ചായയും കാപ്പിയും വൈകുന്നേരങ്ങളിൽ കുടിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. യു ക്യാൻ ഗോ ഫോർ എ ടീ ആൻഡ് കോഫി ഇൻ ദ മോർണിംഗ്. തേർഡ്, ടു ഡു ലിസ്റ്റ്. ഐ ഓൾവേസ് ഹാവ് എ പ്ലാൻ. എത് പണ്ണാലും പ്ലാൻ പണ്ണണമെന്നൊക്കെ പറയുന്നൊരു ടീമാണ്. എനിക്ക് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. മന്ത്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, ടു ഡു ലിസ്റ്റ്, എല്ലാത്തിനും എനിക്ക് പ്ലാൻ ഉണ്ട്. ഇത്രയും മടി പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ ഐ ഡിസൈഡഡ് ഇന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഓൾറെഡി എൻ്റെ മൈൻഡിൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഇവിടെ ഒന്ന് ഞാൻ കുറിച്ചിടുകയും ചെയ്തു ഇന്നത്തെ എൻ്റെ അജണ്ട എന്തൊക്കെയാണ്. അതൊന്ന് ഇന്ന് രാവിലെ എണീച്ച് റിവൈസും കൂടെ ചെയ്തു. സ്റ്റേ അവേ ഫ്രം യുവർ ഡിവൈസ്. ഇങ്ങനെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ വീഡിയോസും കണ്ടൻസും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഐ ടെൻഡ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ഓൾ ദ ഡിവൈസസ്. മൈൻഡ്ഫുള്ളി ഐ ട്രൈഡ് ടു അവോയ്ഡ് മോർ സ്ക്രീൻ ടൈം. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഫോൺ ചെക്ക് ചെയ്യാറില്ല. അതെന്തൊക്കെ തന്നെ ആയാലും ആദ്യത്തെ ഒരു 1-2 hours ഐ സ്പെൻഡ് എ ക്വാളിറ്റി ടൈം വിത്ത് മൈ സെൽഫ്. അങ്ങനെ ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഐ ഡോണ്ട് ടേക്ക് മൈ ഫോൺ ഇൻസൈഡ് മൈ ബെഡ്റൂം. അങ്ങനെ അലാം വെക്കാനുള്ള കാര്യങ്ങൾക്ക് തന്നെ ഐ യൂസ് മൈ ഫോൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ ചെക്ക് ചെയ്ത് അതിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ സെറ്റ് മൈ ഡിവൈസ് ഓൺ DND മോഡ്. രാത്രി ഉറങ്ങാനിരിക്കുന്ന സമയത്തും എൻ്റെ ഫോൺ DND മോഡിലായിരിക്കും. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഇറ്റ്സ് ഓൺ DND മോഡ്. ആര് വിളിച്ചാലും കിട്ടില്ല, എൻ്റെ പാരൻസ് ഒഴികെ. ഫിഫ്ത്ത് തിങ്, ഹൈഡ്രേറ്റ് മോഡ്. ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ തന്നെ മറന്നു. അതിനൊക്കെ വേണ്ടിയാണ് എപ്പോഴും ഹാൻഡി ആയിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ഞാനൊരു ബോട്ടിൽ ഞാൻ എപ്പോഴും കരുതാറ്. സോ പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ ഇറ്റ്സ് മോർ ഗെറ്റിംഗ് ഡ്രൈ. സ്കിന്ന് ഭയങ്കരമായി ഡ്രൈ ആവും, സ്കാൽപ്പ് ഭയങ്കരമായി ഡ്രൈ ആവും. അപ്പം അതിനൊക്കെയുള്ളൊരു ഈസി മെഡിസിൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ് മോർ. സോ കൂടുതൽ വെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കുക, ഇറ്റ്സ് അപ് ടു യു. ബട്ട് ഡ്രിങ്ക് മോർ ലിക്വിഡ്സ്. സിക്സ് തിങ്, ലേൺ ടൈം മാനേജ്മെൻറ്റ്. മുമ്പ് സ്റ്റുഡൻറ്റ് ലൈഫ് ആയിരുന്ന സമയത്തും 2-3 ജോലികൾ മാറി മാറി ചെയ്യുന്ന സമയത്തും സോ ഐ സ്ട്രഗിൾഡ് എ ലോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അപ്പോയിൻമെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടെയൊക്കെ ജോലിയുണ്ട്, ഷിഫ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. എൻ്റെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക, അല്ലെങ്കിൽ കാലണ്ടറിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് നോക്കി വയ്ക്കുക, പ്രയോറിറ്റൈസ് ചെയ്ത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ടൈം മാനേജ്മെൻറ്റിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഐ ഫീൽ മൈസെൽഫ് ആസ് എ ബിഗ് ടൈം പ്രോക്രാസ്റ്റിനേറ്റർ.
ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് അപ്പുറമായി, എന്നിട്ടും ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്തു തീർക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് ദ കീ. 7ാമത്തെ കാര്യം, മടി മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴി, മൂവ് മോർ. നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ, ഡൂയിങ് യോഗ, സ്ട്രെച്ചിങ്, വർക്കൗട്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത്, അങ്ങനെ എന്തായിക്കോട്ടെ, ഇറ്റ് റിയലി ഹെൽപ്സ് ടു എൻഹാൻസ് യുവർ മൂഡ്. നമ്മുടെ ബോഡി ഒന്ന് വാം ആകുമ്പോൾ തന്നെ വി ഫീൽ വെരി ഗുഡ്. നമുക്കത് ചെയ്യാനായിട്ട് ഭയങ്കര അൺമോട്ടിവേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ബട്ട് അത് അതിനു വേണ്ടി നിങ്ങളൊരു 30 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ്സ് വെരി റിവാർഡിങ്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് വെരി റിവാർഡിങ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ് യോഗ ചെയ്യാനും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് സ്ട്രെച്ച് ചെയ്യാനുള്ളത്. സോ ഈറ്റ് ഹെൽത്തി ആൻഡ് വാം ഫുഡ്സ്. സോ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ദോശ ഉണ്ടാക്കാനാണ്. ദോശ ഈസ് വൺ ഓഫ് മൈ കംഫർട്ട് ഫുഡ്. 365 ദിവസം ദോശ കിട്ടിയാൽ ഞാൻ കഴിക്കും. എനിക്കൊരു ആരോടും കംപ്ലൈൻറ്റ് വരാനില്ല. സോ ഇന്ന് ഞാനിവിടെ ദോശയായിരിക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് ലഞ്ചും ഡിന്നറിനും കണക്കാക്കി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബോത്ത് ആർ മൈ ഫേവറേറ്റ് ആൻഡ് മൈ കംഫർട്ട് ഫുഡ്. സോ ഐ തിങ്ക് food is going to fix me. So eat healthy. Try to eat healthy. So 9th healthy habit is declutter your space. എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ, my entire space looks very messy. അതിപ്പോൾ എൻ്റെ ടേബിൾ ആയിക്കോട്ടെ, എൻ്റെ ബെഡ്റൂം ആയിക്കോട്ടെ, എൻ്റെ കൗച്ച് ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസം ചെയ്ത് ലോണ്ട്രി അടക്കം മടക്കി വെക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കിന്ന് ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വളരെ അൺപ്രൊഡക്റ്റീവായിട്ടും അൺമോട്ടിവേറ്റഡാനും ലോ ആയി ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്നും ചെയ്യേണ്ട എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. ചിലപ്പം ഈ മെസ്സി സ്പേസ് തന്നെ നമ്മളെ വളരെ അൺപ്രൊഡക്റ്റീവ് ആക്കാനും സാധ്യതയുണ്ട്. സോ ഇന്നത്തെ അജണ്ടയിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് എൻ്റെ ഈ സ്പേസൊക്കെ ഒന്ന് പെറുക്കി വെക്കണം. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. 10ാമത്തെ കാര്യം, and it's very important for myself as well. Fix your sleep cycle. ഉറക്കം വളരെ അത്യാവശ്യമാണ്. എനിക്കാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണം. ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങി, ഡേ ലൈറ്റ് സേവിങ് എന്നൊക്കെ പറഞ്ഞ് 1 മണിക്കൂർ പുറകോട്ടൊക്കെ പോയതിന് ശേഷം ഐ ഫീൽ സം കൈൻഡ് ഓഫ് ഡിസോറിയൻറ്റഡ് സം ടൈം. എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ ഒന്ന് താളം തെറ്റിയ അവസ്ഥയായിരുന്നു. അതായത് ഇത്ര ലേറ്റ് നൈറ്റും ഉറങ്ങാതിരിക്കും, എന്നിട്ട് രാവിലെ ആയിരിക്കും ഈ ഉറക്കച്ചടവൊക്കെ ഫീൽ ചെയ്യുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇവിടെയുള്ള വൈറ്റ്സ് ആക്ച്വലി ദേ ടേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെഡിക്കേഷൻ ടു ഹെൽപ്പ് ടു ഫിക്സ് ദിയർ സ്ലീപ്പ് സൈക്കിൾ. എന്തായാലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സമയത്തിന് ഭക്ഷണം കഴിച്ച് ഉറക്കം വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബെഡിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാനായിട്ടൊരു തോന്നുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ സ്ലീപ്പ് സൈക്കിൾ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യം. പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടില്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം എനിക്ക് മൊത്തം പോക്കായിരിക്കും. അതുപോലെയാണ് അവസ്ഥ. I really need my 7 to 8 hours sleep. മേ ബി നിങ്ങൾ മോർ പ്രൊഡക്റ്റീവ് ഈവൻ നൈറ്റ് ടൈമിലാണെങ്കിൽ പോലും ട്രൈ ടു ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. അതാണ് അതിൻ്റെ ഒരു ശരി. The last but not the least, try to connect. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബാഡ് അടിച്ചിരിക്കുമ്പോഴും ഐ പുഷ് മൈ സെൽഫ് ടു ഗോ ഔട്ട്. ഈ പച്ചപ്പും ഹരിതാപയും കാണുമ്പോഴും കുറച്ച് ആൾക്കാരുമൊക്കെ ഒന്ന് കാണുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ ഇറ്റ് റിയലി ഹെൽപ്പ് മീ ടു എൻഹാൻസ് മൈ മൂഡ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പുറത്തുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ഡേ ടൈം വളരെ കുറവാണ്. രാവിലെ 8 മണിക്കൊക്കെ മര്യാദയ്ക്കൊന്ന് സൂര്യപ്രകാശം എത്തുന്നത്. അത് കഴിഞ്ഞ് 4:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടും. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കുറവാണ്. സോ ദർ ഈസ് നത്തിങ് മച്ച് ടു എക്സ്പ്ലോർ ഹിയർ. എന്നിരുന്നാൽ പോലും എനിക്ക് പുറത്തേക്കൊന്ന് പോയി 4 ആൾക്കാരെയും ഒക്കെ കാണുമ്പോൾ ഇറ്റ് ആക്ച്വലി റിയലി ഹെൽപ്പ് മീ. ട്രൈ ടു കണക്ട് വിത്ത് യുവർ സപ്പോർട്ട് സിസ്റ്റം. അത് ആരും ആയിക്കോളട്ടെ, ഫ്രണ്ട്സോ ഫാമിലി വർക്ക് മേറ്റ്സ് ആരും ആയിക്കോളട്ടെ. ഇറ്റ് റിയലി ഹെൽപ്സ് ടു എൻഹാൻസ് യുവർ മൂഡ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.
ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എങ്കിൽ പോലും വീട്ടിലൊക്കെ വിളിച്ചെന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നും. സോ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതുപോലുള്ള കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നും കൂടെയാണ്. ഇതെല്ലാം സക്സസ്ഫുള്ളി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു റിവാർഡ് മൈ സെൽഫ്, മേ ബി ഗോയിങ് ഫോർ എ കോഫി ഔട്ട് സൈഡ്, അങ്ങനെ എന്തെങ്കിലും. ഇതുപോലുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മടിപിടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പറ്റുവാണെങ്കിൽ ബെല്ലൈക്കണം കൂടെ ഹിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.